മറ്റു വാർത്തയിലേക്ക് സംഘർഷവും ഹോർമുസ് കടലിടുക്കും സംബന്ധിച്ച് ടെഹ്റാന്റെ പരോക്ഷ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനാൽ രാജ്യത്തിനുള്ളിൽ കരസേനയെ വിന്യസിക്കാനുള്ള ഏതൊരു ശ്രമത്തിനെതിരെയും ഇറാൻ അമേരിക്കയ്ക്ക് പുതിയ മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ സൈന്യം രാജ്യത്തിന്റെ അതിർത്തികളിൽ പൂർണ്ണ പോരാട്ട സജ്ജരാണെന്ന് ഇറാനിയൻ കരസേനയുടെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി പറഞ്ഞു. ഏതെങ്കിലും US സൈനികർ ഇറാനിൽ കാലുകുത്തിയാൽ ഞങ്ങൾ അവരെ വെട്ടിക്കളയുമെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇറാൻ സ്റ്റേറ്റ് മീഡിയ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. ഏതൊരു ശത്രു നടപടിയെയും ഞങ്ങൾ ഉറച്ചതും പ്രതിരോധാത്മകവുമായ പ്രതികരണത്തിലൂടെയും പ്രതികരിക്കും. അതുമാത്രമല്ല, വാഷിംഗ്ടണുമായി ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് ഇറാൻ. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, കരയുദ്ധം അമേരിക്കയുടെ ഒരു പദ്ധതികളിൽ ഒന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ട്രംപ് അതിന് തയ്യാറാകുമോ എന്നതിൽ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും ഇറാൻ അത്തരം ചില നീക്കങ്ങൾ സംശയിക്കുന്നു. അതായിരിക്കണം ഈ പ്രതികരണത്തിന് കാരണമെന്ന് വിശ്വസിക്കാം. രഞ്ജിത്ത്, സ്വാഭാവികമായും ഇറാനും അമേരിക്കയും ഇത്തരത്തിലുള്ള പരസ്പര വെല്ലുവിളികൾ എല്ലാ ഘട്ടത്തിലും നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോൾ ഒരല്പം പുറകോട്ട് നീങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇറാൻ കുറെ കൂടി ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ കോമ്രേഡ് ഇതിൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷി പറയുന്നത് ഇപ്പോൾ നേരിട്ട് അമേരിക്കയുമായി ഒരു ചർച്ചയും നടക്കുന്നില്ല, മധ്യസ്ഥരുമായി ഉള്ള ചർച്ചകൾ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു അമേരിക്കൻ കയ്യേറ്റം അല്ലെങ്കിൽ അധിനിവേശമൊക്കെ ഉണ്ടായാൽ അതിന് ശക്തമായി നേരിടും എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അപ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ചകൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻഷിയുടെ ഒരു സ്റ്റേൺ വാർണിംഗ് എന്ന നിലയിൽ വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കമുണ്ടായാൽ അത് ശക്തമായി അതിനെതിരെയുള്ളൊരു പ്രതികരണം ഉണ്ടാകുന്നത്. ഇത് ഈ ഇറാൻ്റെ ഈ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻഷിയിൽ നിന്ന് മാത്രമല്ല, മൊഹ്സിൻ റസ എന്ന ഈ ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ സൈനിക ഉപദേഷ്ടാവും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഇറാൻ ശക്തമായി അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും, അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ അതേസമയം ട്രംപ് കുറച്ച് പിന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. നിലവിൽ അവരുമായി ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് ട്രംപ് പിൻവാങ്ങുന്നു. ഇതാണ് ഇറാന് കൂടുതൽ ഒരു ആത്മവിശ്വാസം നൽകുന്നത്. ഏതായാലും പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചിയും അതുപോലെ സ്പീക്കർ മുഹമ്മദ് ബാഗേറുമൊക്കെ ഇസ്ലാമാബാദിലേക്ക് അടുത്ത ദിവസം പോകുന്നുണ്ട്. അവിടെ അവർ ഇസ്ലാമാബാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ മധ്യസ്ഥ ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. സ്വാഭാവികമായി ആ ചർച്ചകളുമായി ഇറാൻ ഒരു വശത്ത് സഹകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു വശത്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇറാൻ്റെ സഹകരണമുണ്ട് എന്നതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ തൽക്കാലം അമേരിക്ക നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തിനു മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ കടുപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. വൻതോതിലുള്ള സൈനിക ആക്രമണങ്ങൾക്ക് പകരമാണ് ഈ ഉപരോധങ്ങൾ കടുപ്പിക്കുക. അതായത് ഇപ്പോൾ തന്നെ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സാമ്പത്തിക മേഖലയും മറ്റും തകർന്നടിഞ്ഞിട്ടുണ്ട്. വലിയ പണപ്പെരുപ്പമാണ്. അവിടെ സൈനികർക്ക് പോലും പണം ലഭ്യമാക്കാൻ സാധിക്കാത്ത പശ്ചാത്തലം ആ രാജ്യത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം ചില വിലയിരുത്തലുകൾ അമേരിക്കയ്ക്കുണ്ട്. അവിടെയാണ് പരാജയം എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ഉദ്ദേശിച്ച ഗുണങ്ങൾ ലഭിച്ചില്ല. ഇപ്പോൾ ഹോർമുസ് കടലിലേക്ക് തുറന്നാൽ മാത്രം ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ആണവായുധങ്ങളുടെ കാര്യത്തിലൊന്നും അല്പം പുറകോട്ട് പോക്ക് അമേരിക്കയുടെ ഭാഗത്തുണ്ടാവുകയാണ്. ഇറാൻ ആ വിഷയത്തിലൊക്കെ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ പതിവ് പോലെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. പക്ഷേ ഈ ഹോർമുസ് തുറന്നാൽ തൻ്റെ വിജയമായി ചിത്രീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം ട്രംപ് നടത്തുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായി ആയുധ നഷ്ടമുണ്ടായിട്ടുണ്ട്, സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് വീണ്ടും ഇത്തരത്തിൽ ചില നീക്കങ്ങൾ, തീരുമാനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. ട്രംപ് ഈ ആക്സിയോസിന് കൊടുത്ത ഒരു ടെലിഫോൺ ഇൻ്റർവ്യൂവിലാണ് ഇത്തരം ഒരു പ്രതികരണം ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രംപിൻ്റെ ഒരു നിലപാട് ഈ ഇറാനുമായുള്ള യുദ്ധം ഒരു ചെസ് ഗെയിം പോലെയാണ്. ചിലപ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാകും, ഇടയ്ക്കൊരു പിൻവാങ്ങലുണ്ടാകും. അങ്ങനെയുള്ള പല തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ഒരു രാജ്യത്തെ നേരിടേണ്ടതെന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ വലിയ വായിൽ സംസാരിക്കുന്നത്. ട്രംപ് ഒരു കാര്യം പറയുന്നത്,
ഇനി കുറച്ച് സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ നീങ്ങിക്കൊണ്ട് ഇറാനെ നേരിടുക എന്നുള്ളതാണ്. കാരണം ഇറാനിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പണപ്പെരുപ്പമുണ്ട്. ഭക്ഷ്യ സാധനങ്ങളുടെയൊക്കെ പണപ്പെരുപ്പം ഏതാണ്ട് 100%, 150% എത്തിയെന്നാണ്. പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ, ഡയറി, അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിലൊക്കെ പണപ്പെരുപ്പം വലിയ തോതിൽ അതിൻ്റെ വിലക്കയറ്റത്തിലേക്ക് ഇരട്ടി അധികമായി വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഇറാൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തോത് കുറഞ്ഞു, അതിൻ്റെ കയറ്റുമതി കുറഞ്ഞു. അങ്ങനെ ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് പറയുന്നത് അവർക്ക് സൈനികർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ്. മാത്രമല്ല ട്രംപിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇറാനകത്ത് ട്രംപ് ഇത് പണ്ട് തന്നെ പറയുന്നുണ്ട്, 2 ചേരികളായി ആണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാനും മറുവശത്ത് ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കോറിലെ അഹമ്മദ് വാഹിദിയും തമ്മിൽ ഒരു ഭിന്നതയുണ്ട്. ഈ 2 പേരും ഇത് സംബന്ധിച്ച് ഈ അമേരിക്കയോടുള്ള നിലപാടുകളെ സംബന്ധിച്ച് ഒരു തർക്കം നടക്കുന്നു. പ്രസിഡന്റ് ഈ സാമ്പത്തിക സ്ഥിതി വല്ലാതെ മോശമാകുന്നതിൽ ആശങ്കാകുലനാണ്. അതിൽ എന്ത് മാറ്റം വേണമെന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. പക്ഷേ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ നേതാവ് ഈ അഹമ്മദ് വാഹിദി യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുകയാണ്. അപ്പോൾ ഇറാനകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ട്രംപ് പറയുന്നു. അത് വലിയൊരു അളവ് വരെ ശരിയാണ്. പക്ഷേ ഇറാൻ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇല്ല. ട്രംപ് പക്ഷേ അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു എക്കണോമിക്കായി സാമ്പത്തികമായ ഒരു ആക്രമണം ഇനി ഇറാന് നേരെ നടത്താം എന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം.